ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് മീ അലൻ. അപ്പോൾ ഇന്നലെ ഫ്ലാഗ് ഓഫ് ഇറങ്ങിയ വീഡിയോന് ശേഷം നിങ്ങളിപ്പോൾ എന്തൊക്കെ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഇതായാലും ഞാനിപ്പോൾ ഉള്ളത് മെട്ടൂർ ഡാമിലാണ്. മെട്ടൂർ എനിക്ക് പ്രൊണൗൺസിയേഷൻ ക്ലിയർ അല്ല കേട്ടോ. അപ്പോൾ മെട്ടൂർ ഡാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഫ്ലാഗ് ഓഫ് ഇറങ്ങിയ ദിവസം അതിനുശേഷം അന്ന് വൈകുന്നേരം ഒരു വീട്ടിൽ ചാർജ് ചെയ്യാൻ ചെന്നപ്പോഴാണ് വീഡിയോ അവസാനിച്ചത്. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചതെന്ന് നമുക്ക് ആദ്യം കണ്ടിട്ടോ അതിനുശേഷം നമുക്ക് മെട്ടൂർ ഡാം കാണാം. അപ്പോൾ അച്ഛന്മാർ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ തൃശ്ശൂർ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത ചേട്ടന്മാരും എല്ലാവരും ഉണ്ട് ഇവിടെ ചുറ്റിനും. കണ്ടില്ലേ, എല്ലാവരും നല്ല പക്കയായിരുന്നു. നമുക്ക് രാത്രിക്കുള്ള ഫുഡ് തന്നിട്ടുണ്ട്, കൊണ്ടുപോകാനുള്ള വെള്ളം എല്ലാം സെറ്റ് ചെയ്ത് വണ്ടി ഫുൾ പാക്ക് ചെയ്ത് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഡിജോ ആണ് ഇപ്പോൾ അവനാണിപ്പോൾ ക്യാമറ പിടിച്ചത്, അതാണ് അവനെ കാണാത്തത്. ഞാൻ വേണ്ടി കാണിച്ചില്ല. ബ്രോക്ക് എന്താ പറയാനുള്ളത്? പറയും. നീ പോയിട്ട് സേഫ് ആയിട്ട് വായോ. ഈ ഒരു എടുത്തേക്കുന്ന എന്താ പറയാ, നിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ നീ ഇപ്പൊ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വൃത്തിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, തളരേണ്ട ആവശ്യമില്ല. മുന്നോട്ട് തിരിച്ചു വരുമ്പോഴും കാണണം അതുപോലെ. വേറെ ചേട്ടനോട് മാറി ഇപ്പൊ കൊച്ചാൻ പാപ കാര്യം. ഓക്കെ, താങ്ക് യു ബ്രോ. താങ്ക് യു. ഇപ്പൊ തിരിച്ചു നോക്കി പറയാൻ കയറും. താങ്ക് യു. താങ്ക് യു ബ്രോ. ചേട്ടൊന്നും പറഞ്ഞില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചാന്മാരും നമ്മുടെ ബ്രോയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. ഇവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മച്ചാന്റെ എല്ലാ സപ്പോർട്ടും കൊടുക്കുക മച്ചാൻ. അങ്ങനെ ചെയ്യാട്ടാ. നമുക്ക് കേരളക്കാരെ ഒരു വിലയും കളയരുത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ നോക്കുമ്പോൾ അവർ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ അവരെനിക്ക് ഒരു പാക്കറ്റിൽ രാത്രിത്തേക്കുള്ള ഭക്ഷണം, എന്താ പറയുക, 3 ലിറ്റർ വെള്ളം, അത് സെപ്പറേറ്റ് അവർ വെള്ളം ചൂടാക്കി തണുപ്പിച്ച് അതെനിക്ക് വെള്ളം തന്നിരിക്കുന്നത്. അതൊക്കെ വെച്ചിട്ടാണ് അന്ന് രാത്രിത്തെ എൻ്റെ ഫുഡ് കഴിഞ്ഞത്. അതിനുശേഷമാണ് പിന്നെ ഞാൻ കോയമ്പത്തൂർ വിട്ടത്. അപ്പോൾ ഞാൻ കോയമ്പത്തൂർ എത്തിക്കുന്നത്. കോയമ്പത്തൂരിൽ ചെയ്യുമ്പോൾ ഞാൻ എറണാകുളം വിട്ടതിന് ശേഷം പിന്നെ കോയമ്പത്തൂരിലാണ് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് കിട്ടിയത്. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ തൃശ്ശൂർ വെച്ച് നമ്മളൊരു എൻ്റെ ഫ്രണ്ട് ഡിജുവിനെ പുള്ളിക്കാൻ വഴി അറേഞ്ച് ചെയ്ത ഒരു വീട്ടിൽ നമ്മൾ ചാർജ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ പാലക്കാട് പോണ റൂട്ടിൽ അവിടെ ഒരു ടീ ഷോപ്പിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയൊക്കെ നിർത്തിയ സമയത്ത് അവിടെ ചേട്ടന്മാർ മോനെ ടോപ്പ് ചെയ്യണം. അപ്പോൾ എൻ്റെ വണ്ടിക്കകത്തൊരു 50 കിലോമീറ്ററോളം ചാർജ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു, എടാ മോനെ നീ ടോപ്പ് ചെയ്തതുകൊണ്ട് അവർ ചാർജ് ചെയ്ത് തന്നു. പിന്നെ അവിടെ നിന്ന് നേരെ കോയമ്പത്തൂർ വെച്ച് പിടിച്ചിട്ട് കുറച്ചധികം പണിയിൽ പെട്ടായിരുന്നു. അതായത് വേറൊന്നുമല്ല, രാത്രിക്ക് വന്ന് ഏകദേശം ഒരു 12 മണിക്ക് ഇപ്പോഴാണ് കോയമ്പത്തൂർ എത്തിയത്. അപ്പോൾ ഈ റൂട്ടിലുള്ള പട്ടികളൊക്കെ ഓടിച്ചിട്ട് മീൻസ് നമ്മുടെ വണ്ടിയിൽ സൗണ്ട് ഭയങ്കര സൗണ്ട് തന്നെ, ഒരു ചെറിയൊരു പ്രത്യേക മോട്ടറൊക്കെ സൗണ്ടാണല്ലോ. അപ്പോൾ പട്ടികളൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ സിറ്റിക്കകത്തുനിന്നുണ്ടെങ്കിൽ ഒരു 10 വണ്ടി പട്ടികളെങ്കിൽ കൂട്ടിക്കൊണ്ട് ഉണ്ടാവും. ഈ വണ്ടി ഓടി വരുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെ പുറകെയായിട്ട് ഓടിക്കണേണ്ട്. അതാണ് കിലോമീറ്റർ കൃത്യം 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കൊണ്ട് ബാക്കി ചാർജുള്ള സമയത്ത് ഓടിച്ച് ആദ്യം ഒരു ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് വഴിയിലൊരു ലൊക്കേഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. കൃത്യത്തിന് മുമ്പ് എത്തി അവിടെ വെച്ച് നിന്നുപോയി. ഭാഗത്തുനിന്ന് ആ ടൈമിൽ തന്നെ ഓടി ആ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റിന് അവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞ് നേരെ അപ്പോൾ അതിനകത്ത് കുത്താനും പറ്റി. പട്ടികൾ ഭാഗത്തിന് സമയത്ത് ഓടിപ്പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നേരെ അവിടെ നിന്ന് എന്തായാലും ഷോറൂമിലോട്ട് അതിന് ഡിസ്റ്റൻസിലാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ നേരെ അവിടെ നിന്ന് വണ്ടി എടുത്ത് അവിടെ ഒരു 10 മിനിറ്റ് കുത്തിയിട്ട് കുറച്ച് ചാർജ് ആക്കിയതിന് ശേഷം നേരെ വണ്ടി എടുത്ത് നേരെ വന്നു കോയമ്പത്തൂരിലുള്ള നമ്മുടെ വണ്ടീൻ്റെ ഷോറൂമിലോട്ട് വന്ന് അവിടെയാണ് ഇപ്പം വണ്ടി രാത്രി ചാർജ് ചെയ്യാൻ കുത്തിയിട്ടത്. വെളുപ്പിന് 2 മണി 3 മണിക്ക് ഷോറൂമിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ. കാരണം ഈ ഷോറൂം ഫൈനോട്ടേ കുറച്ച് കഷ്ടപ്പെട്ടു. വന്നു കഴിഞ്ഞപ്പോൾ ഗേറ്റൊക്കെ ലോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ അവിടെ വണ്ടിയൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചായിരുന്നു, മറന്നുപോയി. എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന താങ്ക്സ് കേട്ടോ. കാരണം എല്ലാവരും കമൻസൊക്കെ ഞാൻ വായിച്ചായിരുന്നു. പക്ഷേ ഇന്നലെ ട്രാവലിംഗ് ആയതുകൊണ്ട് മിക്കവരുടെ കമൻസിന് റിപ്ലൈ കൊടുക്കാൻ അധികം ടൈം മിക്കവരുടെ കമൻസിന് കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ രാത്രി ഇരുന്ന് മൊത്തം കമൻസ് വായിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ എത്രയും സപ്പോർട്ട് ചെയ്തതിൽ. അത് നമ്മൾ ടെൻറ്റ് കാണിച്ചിട്ടുണ്ടേ ഡേറ്റ് കണ്ടാ. രാത്രി ആണ് നമ്മൾ ഫസ്റ്റ് ടെൻറ്റ് അടിച്ചത്. അപ്പോൾ ഇന്നലെ റോട്ടിലെ ടെൻറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ പട്ടി ഒന്ന് കടിച്ചിട്ട് പോകും. അപ്പോൾ ഭാഗ്യത്തിന് ഇവിടെ ഷോറൂമിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ അയച്ചിട്ട് അവരുടെ തന്നെ സ്പേസിലേക്ക് ഓപ്പൺ ചെയ്തു. അപ്പോൾ അങ്ങനെ അവിടെയാണ് ഞാൻ ടെൻറ്റ് അടിച്ചത്. അത് തന്നെ ഞാൻ ഉറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ ഉറക്കം ഡിസ്റ്റർബ് ആവും. പക്ഷേ ഇന്നലെ എവിടെയെങ്കിലും എത്തണ്ടേന്ന് പറഞ്ഞ് നേരെ വെച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കോയമ്പത്തൂർ സ്റ്റാർട്ട് ചെയ്യണതാണ്.
കോയമ്പത്തൂർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ ഈറോഡ് പോകണമാണ്. അപ്പോൾ ഇവിടെ കോയമ്പത്തൂർ ഈറോഡ് ശരിക്കും 100 കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഫസ്റ്റ് 25 കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴും അവിടെ ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ച് പോകാമെന്നാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഫസ്റ്റ് രാവിലെ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഈറോഡ് എത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഈറോഡ് പോകണതാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയൊരു പാർക്ക് കണ്ടപ്പോൾ നിർത്തിയാണ്ടോ കണ്ടോ, അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് ഇവിടെ നമ്മുടെ എറണാകുളം പോലെ ഒന്നുമല്ല, അത്യാവശ്യം കനാൽസൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ്. വെള്ളമൊക്കെ അത്യാവശ്യം ഇവിടെ വേസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ അവിടെ മൊത്തം വേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ സന്തോഷം വന്നപ്പോൾ ഇവിടെ നിർത്തി നിങ്ങളോട് പറയാൻ നിർത്തുക. അപ്പം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നമ്മളിപ്പോൾ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 9:44 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഈറോഡ് പോകാൻ പോകണതാണ്. അപ്പോൾ ഈറോഡ് പോയിട്ട് അവിടുത്തെ വിശേഷമായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആ ഈറോഡ് പോയിട്ട് അവിടെ നിന്ന് ചാർജിങ് പോയിന്റ് ഒപ്പിക്കണം. അപ്പോൾ നമ്മൾ അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സുല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. അവിടെ ചാർജിങ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് വണ്ടി ഫുൾ ചാർജ് ആവും. അവിടെ നമ്മൾ നേരെ ഈറോഡ് പോകും. ഈറോഡ് പിന്നെ ഒരു 84 കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ 84 കിലോമീറ്റേഴ്സ് നമ്മൾ പയ്യെ ഓടിക്കാൻ എത്തിക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചാർജ് ചെയ്തിട്ട് വേണം ഇന്ന് വൈകുന്നേരം നമുക്ക് വേറൊരു ഡിസിഷനോട്ട് പോകാനായിട്ട്. ശരിക്കും ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ ഒരു സമോസയും ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ അപ്പുറത്ത് നല്ലൊരു വെയിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നേരെ അവിടെ പോയിട്ട് ഒരു വെയിറ്റേറിയൻ ഫുഡ് നിങ്ങൾക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ആ ടൈം കൊണ്ട് വണ്ടി ചാർജ് ആവുകയും ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈറോഡിൽ വെച്ചിടിക്കും. നമുക്ക് ഇന്ന് വെയിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് കിട്ടിയത് ബർഗർ കിട്ടി. അത് അപ്പോൾ ബർഗർ കഴിക്കാനുള്ള പ്ലാനിലിരിക്കുന്നതാണ്. കാരണം ഇവിടെ ഇനി ചാർജ് ചെയ്യാൻ 1.5 മണിക്കൂർ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബർഗർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച്. തമിഴ്നാട്ടിൽ വന്ന് ഭയങ്കര കെയറിങ് ഇവിടെ ഈ ഷോപ്പിൽ ഒരു 1 or 2 hours വെയിറ്റ് ചെയ്തത്. 1 or 2 hours വെയിറ്റ് ചെയ്തപ്പോൾ അവരെനിക്ക് കേക്ക് തന്നു. ഇത് ഈ ഷോപ്പാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നമ്മൾ സുല്ലൂറിന സ്ഥലത്താണ്. അവർ ഈ കേക്ക് തന്നു. പിന്നെ അതേൻ്റെ പിന്നെയും കേക്ക് കൊണ്ട് തന്നു. ഭയങ്കര കെയറിങ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കട്ട പോസ്റ്റ് അടിച്ച് വെയിറ്റിങ്ങിലാണ്. മറ്റേ പോസ്റ്റ് അടിച്ച് വെയിറ്റിംഗ് വേറെ കൊണ്ടില്ല. അതിലേക്ക് ഏതറിൻ്റെ ചാർജിങ് പോയിൻറ്റ് നമുക്ക് കണക്ട് ചെയ്തു. ഒരു 1.5 മണിക്കൂറൊന്നും ചാർജ് ആവാതെ ലാസ്റ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ വിത്തിൻ 20 minutes അവർ പറന്ന് ഓടിയെത്തി. ഇപ്പോൾ അവരത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചെറിയ രീതിയിൽ. അപ്പോൾ മച്ചാന്മാരെ ഞാൻ മെട്ടൂർ എന്ന സ്പേസിലാണ് ഉള്ളത്. മെട്ടൂർ ഡാം എന്നൊക്കെ ഒരു ഏരിയയിലാണ് അവരുള്ളത്. ഇവിടെ നമ്മൾ ഈ മച്ചാന്മാരാണ് നമുക്ക് ഇന്നലെ രാത്രി ഇവിടെ ടെൻ്റൊക്കെ അടിക്കാനും വണ്ടിയൊക്കെ ഒന്ന് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം അറേഞ്ച് തന്നു. രാവിലെ ബിസ്ക്കറ്റ് കൊണ്ട് തന്നു, ചായ കൊണ്ട് തന്നു. ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ്. എനിക്ക് തമിഴ്നാട് ഭയങ്കര ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. മച്ചാൻ്റെ പേര് പറഞ്ഞേ. നെയിം ലക്ഷ്മൺ പ്രദീപ് ഒറ്റ പറയേ ലൗഡാ വെട്രിവേൽ മൂർത്തി. ഓക്കെ, ഇവരെല്ലാവരും കൂടെയാണ് നമുക്ക് ഇതേ രാത്രി എല്ലാ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തത്. എനിക്ക് രാവിലെ കുളിക്കാനായിട്ട് അവിടെ ബാക്കിൽ റെസ്റ്റ് റൂം ഉണ്ട്. അതെല്ലാം ഒന്ന് കാണിച്ചു തന്നു. രാത്രി മൊത്തം ഇവർ സംസാരിച്ചൊക്കെ ഇരുന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഗായ്സ് ഞാൻ നേരെ മെട്ടൂർ ഡാമിലോട്ട് പോകണതാണ്. അപ്പോൾ നമുക്ക് ഇനി അവിടുത്തെ വിശ്വാസം കാണാം. മെട്ടൂർ ഡാം അതിൻ്റെ കൊടുക്കില്ലേ ചേട്ടാ? താങ്ക് യു. അപ്പോൾ ഗൈസ് നമ്മൾ മെട്ടൂർ ഡാമിൻ്റെ അവിടെ എത്തി. മെട്ടൂർ ഡാമിൽ എത്തിയപ്പോൾ ഒരു ക്യാമറ യൂസ് ചെയ്യാൻ പാടുന്നു. പക്ഷേ മൊബൈൽ യൂസ് ചെയ്യാൻ വണ്ടിയും കയറ്റാൻ പറ്റില്ല. അപ്പോൾ വണ്ടി നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല പേടിയായിട്ട് വരിക. മൊത്തം പട്ടികളാണ് തന്നെ, വേറെ ഒറ്റ മനുഷ്യരില്ല. ഞാനും പട്ടികളും പിന്നെ അകത്ത് കുറച്ച് CRPFൻ്റെ സാറുമാരൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ക്യാമറ അകത്തേക്ക് കൊണ്ടുപോകണില്ല, മൊബൈലിലെ വീഡിയോ ഷൂട്ട് ചെയ്ത് കിട്ടാൻ. വെച്ചാൽ നമ്മളിപ്പോൾ മെട്ടൂർ ഡാമിൻ്റെ അകത്തോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മൊബൈൽ ഫോൺ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ ഈ പറഞ്ഞ ക്യാമറ, അതായത് നമ്മുടെ ഗോപ്രോ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് മൊബൈൽ ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റിയത് വേറെ കൊണ്ടല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ റൂട്ട് മാപ്പൊക്കെ ഇല്ലേ, എൻ്റെ എല്ലാ റൂട്ട് മാപ്പും ഞാൻ ഏതൊക്കെ വഴി കൂടെ പോകണം എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് നമ്മൾ കിരമച്ചാന. പുള്ളിക്ക് വെറുതെ
വീട്ടിൽ ഇരുന്ന് 2 മണി 3 മണിക്കൊക്കെ രാത്രി അന്ന് കോയമ്പത്തൂരൊക്കെ എത്തിയ ദിവസം ആൾ ഉറങ്ങാതിരുന്ന് ഞാൻ അവിടെ എത്തി എൻ്റെ ടെൻ്റ് അടിച്ച് ഉറങ്ങിയെന്ന് കൺഫേം ആക്കിയിട്ട് അവൻ കിടന്നുറങ്ങണത്. അവൻ തന്നെ എനിക്ക് പോകേണ്ട എല്ലാ ലൊക്കേഷൻ റൂട്ട് ഇന്ന സ്പോട്ടിൽ പോയി ചാർജിങ് പോയിട്ടും എല്ലാം അവൻ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. എൻ്റെ എല്ലാ ലൊക്കേഷൻസും സംഭവങ്ങളെല്ലാം ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ട് എന്നെ ഓരോരോ സ്പോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്ന കിരമച്ചാനാണ്. അപ്പോൾ വെച്ചാൽ കണ്ടില്ലേ ഡാമിൻ്റെ ഒക്കെ ഒന്ന് ചെറിയ ടവർ പോലെ സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഡാമിനെ അവിടെ എത്തിക്കഴിയുമ്പോൾ വിഷ്വലി കാണുന്നത് അത്യാവശ്യം നല്ല വിഷ്വലാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അതാണ് ഡാം, വെള്ളം എല്ലാം കിടപ്പുണ്ട്. പിന്നെ ചെറിയൊരു ടവറുണ്ട്. എനിക്കൊന്ന് ഈ ടവറിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറാൻ തോന്നും കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടെ വേറെ ഇതൊന്നുമില്ല, ടൂറിസ്റ്റുകളൊന്നും അധികം ഇല്ല. പിന്നെ അവിടെ ചെറിയൊരു മലയുണ്ട്. അപ്പോൾ ഇതാണ് മെട്ടൂർ ഡാം. ഈ ടവറിൻ്റെ പൊക്കത്ത് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു മൊത്തം ചുറ്റിനും. അപ്പം ഈ ടവറിലോട്ട് കയറാൻ വേണ്ടി സ്റ്റെപ്പ് കയറാൻ പോണേ. ലിഫ്റ്റ് ഉണ്ട് പക്ഷെ നോട്ട് വർക്കിംഗ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റെപ്പ് കയറാം. ഇതൊന്നും അത് ഒരു ഡാമിൻ്റെ പോർഷനാണ് കേട്ടോ. അതും മലയൊക്കെ ഈ കണ്ട മലയൊക്കെ ഡാമിൻ്റെ പോർഷനാണ്. അപ്പോൾ ഇതാണ് മെട്ടൂർ ഡാം. ഇതാണ് അവരുടെ ടവർ സ്പേസ് എന്നുള്ള വ്യൂ. ഇത്രയാണ്. എനിക്കൊന്ന് 2009 കണ്ടു. അപ്പോൾ 2009 ഫൗണ്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല കൃത്യമായിട്ട്. 2009 ഫ്രണ്ടിൽ ഗേറ്റിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ പോർഷൻ. അപ്പോൾ ഞാൻ ഫോട്ടോസ് കണ്ടപ്പോൾ കുറച്ച് അധികം ഉണ്ടാവും ഓർത്തു. പക്ഷേ ഈ ഡാമിന് ചുറ്റും മൊത്തം മലകളാണ് കണ്ടോ. ഞാൻ വന്നുകൊണ്ടെങ്കിൽ റൂട്ട് ചെയ്യുന്നത് ഏത് റൂട്ടാണ് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ കിരൺഭായി സെറ്റ് ചെയ്യുന്ന റൂട്ട്. പക്ഷേ സെറ്റപ്പ് ഇതുണ്ട്, കുറേ നല്ല വ്യൂസൊക്കെ ഉണ്ട് കണ്ടില്ലേ. കുറേ മലകളൊക്കെ ഉണ്ട് ചുറ്റിനും. അങ്ങനെ പോകണം. അകത്തോട്ട് കയറാൻ പറ്റില്ല, കാരണം ഇവിടെ ഇങ്ങനെ വഴിയൊക്കെ ഇപ്പോൾ പൂട്ടിരിക്കുക. അപ്പോൾ എനിക്കൊന്നും അങ്ങോട്ട് അകത്തേക്ക് പോകാനുള്ള വഴി ചെയ്താൽ എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു മൈൽ സ്റ്റോൺ വെച്ചിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം എന്താ സംഭവമുള്ള. അത്യാവശ്യം നല്ല വലിയ ഡാമാണ് കേട്ടോ. അതിനകത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് ഇങ്ങനെ പോകണം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തമിഴ് അറിയാത്തതുകൊണ്ട് നമ്മളിവിടുത്തെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. ഒരു മൈൽ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഓക്കെ ഇത് എനിക്ക് 1925 തോന്നുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ നടന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു വലിയ ഡാമാണ്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ നല്ല ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ് കണ്ടില്ല, ഓരോ ആർച്ചൊക്കെ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് വെച്ച് അത്യാവശ്യം വലിയ ഡാമ കാണില്ല. അത് ആ ഏരിയ മൊത്തം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെട്ടൂർ ഡാമിൻ്റെ കാഴ്ചകൾ. ഇവിടെ ചുറ്റും മലകളൊക്കെ നല്ല രസമാണ്. കുറേ നല്ല സീനറീസൊക്കെ ഉണ്ട്. എന്താ പറയുക ഗൈസ്, ഞാൻ പോണ റൂട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുക. ചില ദിവസങ്ങൾ കണ്ടൻറ്റ് അധികം കിട്ടിയില്ലെന്നാണെങ്കിൽ ചിലപ്പോൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യില്ല. പക്ഷേ എന്നാലും ഞാൻ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അല്ലാതെ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ എൻ്റെ റീൽസൊക്കെ ആയിട്ട് ഞാൻ നൈസായിട്ട് ഞാൻ എവിടെ പോകുന്ന സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൃത്യമുള്ള ടൈം ടു ടൈം അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഞാൻ സ്റ്റോറീസ് അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല നിങ്ങൾ ബെല്ലൈക്കൻ നിൽക്കണം കേട്ടോ. നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഓൺ ദ സ്പോട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുമ്പോൾ ഗൈസ്, അതുവരെ ബൈ മച്ചാൻ വരെ. ആ സ്കൂട്ടർ എങ്ങനെ പോയി എടുക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നത്. മൊത്തം പട്ടികളുടെ ശല്യമാണ് സ്കൂട്ടർ ചുറ്റിനും. മൊത്തം കലിപ്പൊക്കെ അവിടെ കിടക്കുന്നത്. എങ്ങനെ പോയി എടുക്കുമെന്ന് അറിയില്ല. എനിക്ക് ടെൻഷനാവുണ്ട്. കണ്ട സ്കൂട്ടറിന് എത്ര ബോഡി ഗാർഡാന്ന് നോക്കി. അത് സ്റ്റാർട്ട് ആവുന്നൊന്നും അറിയില്ലല്ലോ അല്ലേ.